ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോ കാര്യങ്ങളായിരുന്നു. ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് ജി എസ് ടി കൗൺസിലിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വരുന്ന റിമൈനിങ് പോർഷൻ നിങ്ങളോട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺഡേ ആണ് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും അത് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് അതെല്ലാം നല്ലപോലെ വായിച്ചു നോക്കണം. അതിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, അപ്പോൾ അത് വായിച്ച് നോക്കുക. ഇഫ് എനി ഡൗട്ട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3rd യൂണിറ്റാണ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് GST. GSTയിൽ ടൈമിനും പ്ലേസ് ഓഫ് സപ്ലൈയും എങ്ങനെയാണ് GSTയിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ സപ്ലൈ? The expression supply includes all forms of supply of goods or services or both, such as sale, transfer, barter, exchange, license, rental, lease or disposal made or agreed to be made for a consideration by a person in the course or furtherance of business. സപ്ലൈ എന്നുള്ളൊരു ടേമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആവുക എന്നുള്ള പറയുന്നത്. ഓൾ ഫോംസ് ഓഫ് സപ്ലൈ, എല്ലാ സപ്ലൈസും, ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആവാം സർവീസസ് ആവാം. ആൻഡ് അതിലേതൊക്കെ വരാം, സെയിൽസ് ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം. ബാർട്ടർ വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് പകരം എന്തെങ്കിലും സാധനം കൊടുക്കുക, ബാർട്ടർ ആവാം. എക്സ്ചേഞ്ച് ആവാം, രണ്ട് സാധനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. റെൻ്റൽ വാല്യൂസ് ആയിരിക്കാം, ലീസ് ആയിരിക്കാം, ഡിസ്പോസൽ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഇതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എന്ത്, സപ്ലൈ എന്നുള്ള ടേമിൽ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു കൺസിഡറേഷൻ മീൻസ് എങ്ങനെയാണ് അതിന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്. അഗ്രി ടു ബി മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ. അത് നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടാവും, ഫ്യൂച്ചർ ഡേറ്റിൽ പൈസ കൊടുക്കാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏത് കേസാണെങ്കിലും ഇത് എന്താണ്, സപ്ലൈ തന്നെയാണ്. സെയിലായാലും ബാർട്ടർ ആയാലും എക്സ്ചേഞ്ച് ആയാലും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ലൈസൻസ് ആയാലും റെൻറ്റിലായാലും ലീസായാലും ഇതെല്ലാം എന്താണ്, സപ്ലൈ എന്നുള്ള ടേമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ അടുത്തത് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ദെൻ സെക്കൻഡ് വൺ എന്താ, ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുക ഫോർ എ കൺസിഡറേഷൻ. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സംഭവം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ആയിട്ട് അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ റിട്ടേൺ ആയിട്ട് പൈസ പേ ചെയ്തിട്ട്, കൺസിഡറേഷൻ പേ ചെയ്തിട്ട് എന്തെങ്കിലും സർവീസസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്ലൈ. ദെൻ തേർഡ് വൺ, ദ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളും സപ്ലൈ എന്നുള്ള ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, the activities to be treated as supply of goods or services, supply of goods or supply of services as referred to the schedule 2. ഇത് എന്താവാം, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കാം എയ്തർ, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസസ് ആവാം. രണ്ടാണെങ്കിൽ ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും ബോത്ത് രണ്ട് വന്നു കഴിഞ്ഞാലും ഇറ്റ് ഇൻക്ലൂഡ് ഇൻ ദ ടേം ഓഫ് സപ്ലൈ ആസ് പെർ ഷെഡ്യൂൾ 2 പ്രകാരം കേട്ടോ. വെദർ അത് ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും എന്തിന് സപ്ലൈ ആണെങ്കിലും ഷെഡ്യൂൾ 2 പ്രകാരം ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ ടേം ഓഫ് സപ്ലൈ. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 2. നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ 2 സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ എന്നുള്ള ടേമിൽ വരുന്നതാണെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഷെഡ്യൂൾ 2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? സച്ച് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി കൗൺസിൽ shall be treated neither as a supply of goods nor as a supply of services. എന്താ പറയുന്നത്, ഏത് സിറ്റുവേഷനിലാണ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞതാണ്. സച്ച് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്കൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റീസോ എന്ത് ചെയ്യുക, എൻഗേജ്ഡ് ആയിട്ടുള്ള, ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി കൗൺസിൽ ഷാൾ ബി ട്രീറ്റഡ് നെയ്തർ ആസ് സപ്ലൈ. അതെന്താ, ഗവൺമെൻറ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റീസോ പ്രൊവൈഡ് ചെയ്യുന്ന
എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സപ്ലൈയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പൊതുവിതരണം, ഫോർ എക്സാമ്പിൾ റേഷൻ കടയിൽ നിന്നൊക്കെ റിസീവ് ചെയ്യില്ലേ, എന്താണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്ലൈ. പക്ഷെ നമ്മുടെ സപ്ലൈ എന്നുള്ള ടേമിൽ അത് ഇൻക്ലൂഡ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? പ്രൊവൈഡഡ് ബൈ എ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസും ആവും, ഇതിൽ ഏതും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആര് എന്ത് സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സോ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടേം ഓഫ് സപ്ലൈ. The next one, subject to the provisions of subsection 1 and 2. The government may on the recommendations of the council specify by notification the transactions that are to be treated as a supply of goods and not as a supply of services, or a supply of services and not as a supply of goods. The definition of supply as laid under section 7 of the Central GST Act 2017. 2017 സെൻട്രൽ GST ആക്ടിൽ സെക്ഷൻ 7 എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? ഇറ്റ്സ് ആൻ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ. ദസ് any form of supply of goods or services would get covered. The term supply include all the supply of goods or services for a consideration in the എന്താ പറയണത്? consideration in the course of or for furtherance of business or even without consideration. ആ സെക്ഷൻ 7 പ്രകാരം സെൻട്രൽ GST ആക്ട് 2017 ഡിഫൈൻ ചെയ്തേക്കുന്ന സപ്ലൈയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ്? ഓൾ ദ ഫോം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഫോർ ഫർദറൻസ്. അത് നമ്മൾ പകരം എന്ത് ചെയ്യാം? കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പേ ചെയ്യുന്നത് ഏതൊരു ക്യാൻ ബി മണി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിനൊക്കെ നമ്മൾ കൺസിഡറേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് ഗുഡ്സ് ആൻഡ് സർവീസസും സപ്ലൈ ചെയ്തിട്ട് ഒരു കൺസിഡറേഷൻ വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ, ഇൻ കേസ് അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടെയും എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് സപ്ലൈ എന്നുള്ളൊരു ടേമിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് സെൻട്രൽ GST ആക്ട് പ്രകാരം സപ്ലൈനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ദ നെക്സ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് സപ്ലൈ. സപ്ലൈൻ്റെ ടൈപ്സ് ഏതൊക്കെയാണല്ലോ? അത് ഫസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്, ടെറിട്ടറിയൽ വാട്ടർ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്. ദെൻ ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ ആണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്, കണ്ടീഷൻസ് ഫോർ ദ കോമ്പോസിറ്റ് സപ്ലൈ പറയുന്നുണ്ട്. ദെൻ മിക്സഡ് സപ്ലൈ, കണ്ടിന്യൂസ് സപ്ലൈ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ബേസ്ഡ് ഓൺ റെസിപ്പിയൻറ്റ് മീൻസ് ഓൺ ദ ബേസിസ് ഓഫ് റെസിപ്പിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ട് സപ്ലൈ ഉണ്ട്, ഔട്ട്വേർട്ട് സപ്ലൈ ഉണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ടാക്സ് ട്രീറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ടാക്സ് ട്രീറ്റ് ചെയ്യുന്നുള്ള ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈനെ നമ്മൾ എഗെയിൻ 4 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞാണ് എക്സെപ്റ്റ് സപ്ലൈ, ദെൻ സീറോ റേറ്റഡ് സപ്ലൈ, ദെൻ നോൺ ടാക്സബിൾ സപ്ലൈ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 ദെൻ ടാക്സബിൾ സപ്ലൈ. ഇത്രയാണ് സപ്ലൈയുടെ ടൈപ്സിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്, ടെറിട്ടറിയൽ വാട്ടേഴ്സ് ഉണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ ആണത്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് കോമ്പിനേഷൻ ആണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്, മിക്സഡ് സപ്ലൈ ഉണ്ട്, കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ട്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് റെസിപ്പിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻവാർഡ് സപ്ലൈ ഉണ്ട്, ഔട്ട്വാർഡ് സപ്ലൈ ഉണ്ട്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് സപ്ലൈ ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈ ഉണ്ട്, നോൺ ടാക്സബിൾ സപ്ലൈ ഉണ്ട്, ദ ലാസ്റ്റ് വൺ ടാക്സബിൾ സപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈയുടെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാനുണ്ട്.